ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 കേക്ക് റെസിപ്പീസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. പിന്നെ അത് മാത്രമല്ല ദോശക്കല്ലിൽ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു കേക്കിന് മുട്ടയൊന്നും നമ്മൾ ചേർക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ റെയിൻബോ കേക്കും കൂടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു റെയിൻബോ കേക്ക് നമുക്ക് വെറും 3 കളേഴ്സ് മാത്രം മതി. ഒരു 3 കളേഴ്സ് വെച്ചിട്ടാണ് ബാക്കിയുള്ള കളറൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ റെഡ്ബി കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ എടുത്തിട്ടുള്ള ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ ഈ കപ്പിന് തന്നെ ബാക്കി എല്ലാ ചേരുവയും എടുത്താൽ മതി. ഇനി ഇതിലോട്ടൊരു 3/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമല്ല, പാല് വേണമെന്നുണ്ടെങ്കിൽ പാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാലിൻ്റെ ആവശ്യമില്ല, നമുക്ക് വെള്ളം മാത്രം മതി. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് സൈറുവാണ്. സൈറുവിന് ഭയങ്കര ഇഷ്ടമാണ് കേക്കെല്ലാം. അപ്പോൾ അതിൽ കുഞ്ഞു ഇങ്ങനത്തെ ഹെൽപ്പൊക്കെ മോൾ ചെയ്തു തരും. അപ്പോൾ ഇത് ഒരുപാട് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മെൽറ്റായിട്ട് തുടങ്ങുമ്പോൾ ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് ഒരുപാട് എണ്ണയോ അല്ലെങ്കിൽ പാലോ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിലോട്ടൊരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത് മെഷർമെൻറ്റ് കപ്പ് ഒന്നുമില്ലാതെ സാധാരണ വീട്ടിലുള്ള ഒരു കപ്പ് വെച്ചിട്ടാണ്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്ക നന്നായിട്ട് പൊടിച്ച് ചേർത്താലും മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി, ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട. ഇങ്ങനെ ഒന്ന് മിക്സായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാലൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഈ പാൽപ്പൊടി ചേർക്കുമ്പോൾ ഈ ഒരു കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് കട്ടിയായിട്ട് ബാറ്റർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതൊന്ന് മിക്സായിട്ട് വരുമ്പോഴത്തേക്കും 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് 3 പാർട്ടായിട്ട്, അതായത് ഒരേപോലെ തന്നെ ഒരേ അളവിൽ 3 ബൗളിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ റെഡ്ബി കേക്കിന് ഒരു വാനില ലെയർ വേണം, അതുപോലെ ഒരു ചോക്ലേറ്റ് ലെയറും ഒരു റെഡ് വെൽവെറ്റ് ലെയറും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബൗളിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചോക്ലേറ്റ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ തന്നെ മറ്റേ ഒരു ബൗളിലിരിക്കുന്നതിൽ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ 3 ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദോശക്കല്ലിലാണ് കേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ലെയറും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ്, 7 മുതൽ 8 മിനിറ്റ് വരെ മതി. കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടും. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിക്കൊന്നും പിടിക്കില്ല, നമ്മൾ എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടില്ല. എങ്കിലും കേക്ക് അടിക്കൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കേക്കും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ ബേക്ക് ചെയ്തെടുക്കുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അതായത് ഇങ്ങനെ ഒരു ദോശത്തവയിലോ അല്ലെങ്കിൽ ദോശക്കല്ലിലോ ഒക്കെ നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലെയിം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്പം കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ 3 ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. അത് സാധാരണയായിട്ട് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 1/2 കപ്പ് പാൽപ്പൊടി, അതിലോട്ട് ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ഡാൽഡയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് ആ ഒരു ക്രീമിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ഒരു വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത അതേ ടേസ്റ്റാണ്. അപ്പോൾ ആ ബൗൾ ഞാനിപ്പോൾ ഒരു വലിയ പാത്രത്തിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് കുറുകി നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇനി ഇത് ഒരുപാടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട, അതൊരു സൈഡിലിടുന്ന് അങ്ങനെ റെസ്റ്റ് എടുക്കട്ടെ.
അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ടുന്ന ക്രീം ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റ് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്രീം ബീറ്റ് ചെയ്യുന്നത് ബീറ്റർ വെച്ചിട്ടൊന്നുമല്ല, സാധാരണ വിസ്ക് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ വിസ്ക് വെച്ചിട്ടാണെങ്കിൽ നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിസ്കിലോ ബൗളിലോ ഒട്ടും തന്നെ നനവ് പാടില്ല. അപ്പോൾ നമ്മൾ ഫ്രീസറിലൊക്കെ ബൗൾ വെക്കുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബൗളിൽ ബീറ്റ് ചെയ്താൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റായി കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഫിയോണയുടെ ക്രീം ആകുമ്പോഴത്തേക്ക് അതിൽ അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ വേണം എന്നുള്ളവരാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇവിടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തെങ്കിലും കട്ടറോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അടപ്പോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 ലെയറും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ല ഡയറക്റ്റായിട്ട് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലെയർ എല്ലാം ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിതിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 1/4 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച ഷുഗർ സിറപ്പാണ്. അത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അളവിൽ തന്നെ ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ക്രീം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് വാനില കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ ഈ ഒരു കേക്കിൽ കാണുന്ന വേറൊന്നുമല്ല, ഞാൻ ഈ ചോക്ലേറ്റ് കേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ വാനില കേക്കിൻ്റെ പുറത്തോട്ട് ചൂടോടുകൂടി എടുത്ത് വെച്ചതുകൊണ്ടാണ്. അപ്പോൾ കേക്കിൻ്റെ അടിഭാഗത്തുള്ള പൊടി ആയതാണ് കേട്ടോ, അപ്പോൾ വേറൊന്നുമല്ല. അപ്പോൾ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം വെച്ചിട്ട് ഒന്ന് നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതുപോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ടുള്ളൊരു ചോക്ലേറ്റ് ലെയറും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുമ്പോൾ നല്ലതുപോലെ തന്നെ വെറ്റ് ചെയ്യുക. അപ്പോൾ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം കേക്ക് അത്യാവശ്യം ഒന്ന് ഹൈറ്റും കൂടെ കൂടും നമ്മൾ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യുവാണെങ്കിൽ. ഇനി കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്രീം വെച്ചിട്ടൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ഒരു ഐസിങ് ടേബിളോ അല്ലെങ്കിൽ സ്കെയിൽസോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട. സാധാരണ നമ്മൾ ഈ ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ചട്ടുകം ഉണ്ടല്ലോ, ചട്ടുകം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ATM കാർഡ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഈ ഒരു റെഡ്ബി കേക്കിന് ഒരുപാട് നമ്മൾ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഗനാഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഫ്രീസറിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ ആ ഒരു കോട്ടിംഗ് എല്ലാം നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ കേക്ക് സെറ്റാവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചില്ലേ, അത് ഒരു 4 ടേബിൾ സ്പൂണോളം 2 ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബൗളിൽ ആ ഒരു റെഡ് കളറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റേ ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിന് വേണ്ടിയിട്ടുള്ള മിക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസറിൽ നിന്ന് കേക്ക് എടുത്തിട്ട് അതിലോട്ട് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ആ ഒരു പ്ലേറ്റ് ഒന്ന് ചരിച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് വന്ന് സ്പ്രെഡായിട്ടിരിക്കും. അപ്പോൾ കേക്ക് നമ്മൾ നേരത്തെ നല്ല തണുപ്പിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു ഗനാഷ് ഒഴിക്കുമ്പോൾ തന്നെ നല്ല സെറ്റാവും. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് ഒഴിച്ചാലും മതി. നമ്മൾ നേരത്തെ ചെയ്ത റെഡ് കളറും ആ ഒരു ചോക്ലേറ്റ് കളറിൻ്റെ ആ ഒരു ഗനാഷും കൂടെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സും ആ ഒരു റെഡ് കളർ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിക്സും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കാം, ഒന്ന് കറക്കി ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡെക്കറേഷനാണ് ഈ ഒരു റെഡ്ബി കേക്കിനുള്ളത്. ഇനി നമുക്കിതൊരു 15 മിനിറ്റും കൂടെ ഫ്രീസറിലോട്ട് മാറ്റാം. അപ്പോഴത്തേക്കും മാത്രമേ ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ റെഡ്ബി കേക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ നേരത്തെ ചെയ്തില്ലേ, അതിന് ബാക്കി വന്ന ആ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ക്രീം ഒരല്പം ബാക്കി വന്നതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള റെഡ്ബി കേക്ക്, നല്ല അടിപൊളിയായിട്ടുള്ള റെഡ്ബി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഓവനോ ബീറ്ററോ സോഡയോ ഒന്നുമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് റെസിപ്പീസ് എങ്ങനെ പോസ്റ്റ് ചെയ്യാം, എങ്ങനെ ഒന്ന് ചാറ്റ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ നമുക്ക് ചാറ്റ് ചെയ്യാം, റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ദോശക്കല്ലിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെയിൻബോ കേക്കാണ്. അത് വെറും 3 കളർ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെയ്യാനായിട്ട് നമുക്ക് മെഷർമെൻറ്റ് കപ്പൊന്നും വേണ്ട. അപ്പോൾ സാധാരണ വീട്ടിലുള്ള ഒരു കപ്പ് എടുത്താൽ മതി. അപ്പോൾ ആ ഒരു കപ്പിൽ തന്നെ ബാക്കി അളവുകൾ എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ അരിച്ചതിന് ശേഷം 1 സ്പൂൺ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചേർന്ന് കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഇതിൽ പെട്ടെന്ന് തന്നെ മിക്സ് ആവും. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ, അതായത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 കപ്പ് ചെറു ചൂടുള്ള പാലാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട, അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് കൂടിപ്പോവുക, ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കൂടിപ്പോവുകയോ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വളരെ പതിയെ മാത്രം മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ഒരു 1/4 കപ്പ് പാൽ ഇവിടെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചൂടാവരുത്, ചെറു ചൂട് പാലെടുത്താൽ മതി. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു റെയിൻബോ കേക്ക് ചെയ്യുന്ന 6 കളേഴ്സിലൊന്നുമല്ല, ജസ്റ്റ് ഒരു 3 കളേഴ്സിലാണ് ഈ ഒരു റെയിൻബോ കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ട കളേഴ്സാണ് യെല്ലോ, റെഡ് ആൻഡ് ബ്ലൂ. മഞ്ഞയും ചുമപ്പും നീലയുമാണ് നമുക്ക് വേണ്ടത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള 3 കളേഴ്സും കൂടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത മാവ് ഞാനൊരു 6 ബൗൾ ഒരുപോലെ അളന്നെടുത്തിട്ടുണ്ട്. അപ്പം മെഷർമെൻ്റ് ഒന്നും തെറ്റരുത്, ഒരുപോലെ തന്നെ 6 ബൗളിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് ഫസ്റ്റ് കളർ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്ന ബ്ലൂ കളറിൻ്റെ കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 ഡ്രോപ്സ് ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് ഇതിനേക്കാളും കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്സും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് സാധാരണ ദോശക്കല്ലിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദോശയൊക്കെ സാധാരണ ചുട്ടെടുക്കുന്ന പോലെ തന്നെ സാധാരണ മാവ് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ആ ഒരു പാൻ ഒന്ന് ചരിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, വെറും 5 മിനിറ്റ് മാത്രം മതി. പിന്നെ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. ഇപ്പോൾ കറക്റ്റായിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കേക്കും ചെയ്തെടുക്കാം. ഇനി നമ്മൾ അടുത്ത് ചെയ്ത് കൊടുക്കുന്ന റെഡ് കളറിൻ്റെ കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ചേർത്തതുപോലെ തന്നെ ഒരു 4 ഡ്രോപ്സ് കളർ ചേർത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ദോശക്കല്ലിൽ ഒഴിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നേരത്തെ തന്നെ നമ്മൾ ഈ കളേഴ്സ് എല്ലാം മാവിൽ മിക്സ് ചെയ്ത് വെക്കരുത്. അപ്പോഴത്തേക്ക് ആ ഒരു മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി പോയിട്ട് കേക്ക് കട്ടിയായി പോവും. അപ്പോൾ അതുകൊണ്ട് സമയത്തിന് മാത്രം കളർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത പാൽപ്പൊടി തികച്ചും ഓപ്ഷനിലാണ്. പാൽപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പാൽപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ബാറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യുന്ന ഓറഞ്ച് കളർ കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഡ്രോപ്സ് യെല്ലോ കളറും 1 ഡ്രോപ്പ് റെഡ് കളറും കൂടെ ചേർത്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഓറഞ്ച് കളർ കിട്ടും. അപ്പോൾ ഇനി അതും കൂടെ നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 3 കളേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് ബാക്കിയുള്ള 3 കളേഴ്സും ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളർ കേക്കും ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ബാറ്റർ ചെയ്തെടുക്കാം, അതായത് ഗ്രീൻ കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഡ്രോപ്സ് യെല്ലോ കളറും 1 ഡ്രോപ്സ് ബ്ലൂ കളറും കൂടെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രീൻ കളർ കിട്ടും. ഇനി ഈ ഒരു ഓറഞ്ച് കേക്ക് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ഗ്രീൻ കേക്കിന് വേണ്ടുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്തെടുക്കുന്ന വയലറ്റ് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡ് കളറും ബ്ലൂ കളറുമാണ് ആവശ്യം. അപ്പോൾ ഒരു 2 ഡ്രോപ്പ് റെഡ് കളറും 2 ഡ്രോപ്സ് ബ്ലൂ കളറും കൂടെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെറും 3 കളർ വെച്ചിട്ട് നമ്മൾ 6 കളേഴ്സിലുള്ള കേക്കാണ് ഇവിടെ ചെയ്തെടുത്തിട്ട്. അപ്പോൾ ഒരുപാട് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരല്ലെങ്കിൽ എല്ലാവരുടെ വീട്ടിലും എല്ലാ കളറും കാണണം എന്നില്ല. അപ്പോൾ ഈ ഒരു 3 കളർ വാങ്ങിച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനെല്ലാം ഇങ്ങനെ തന്നെ 6 കളേഴ്സിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ടുള്ള ആ ഒരു വയലറ്റ് കളർ കേക്കും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ എല്ലാ കേക്ക് ലെയേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷേപ്പ് ചെയ്ത് സാധാരണ ഒരു പാത്രം ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുമല്ലോ, അങ്ങനെ ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം വിസ്ക് വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ വിസ്ക് വെച്ചിട്ട് എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെഡ്ബീ കേക്കിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിതിലോട്ട് ആ ഒരു ലെയറിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 1/4 കപ്പ് പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച ഷുഗർ സിറപ്പാണ്. ഇനി അതൊന്ന് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പൈപ്പിംഗ് ബാഗിൻ്റെയും നോസിലിൻ്റെയും വീഡിയോയും ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ആവശ്യത്തിന് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത് ബ്ലൂ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതും നല്ലതുപോലെ ഒന്ന് വെറ്റാക്കി എടുക്കുക. പിന്നെ നമ്മൾ ഏറ്റവും താഴെ വെക്കുന്ന അത് ഏറ്റവും താഴത്തെ ലെയർ ഒരുപാട് വെറ്റ് ചെയ്യരുത്. ബാക്കിയുള്ള ലെയേഴ്സ് കേക്കെല്ലാം നമുക്ക് നല്ലതുപോലെ തന്നെ വെറ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലെയർ എല്ലാം വെച്ച് കൊടുത്തിട്ട് ഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു യെല്ലോ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ചെയ്യുന്നതെന്ന് ഓറഞ്ച് കേക്കും പിന്നെ റെഡ് കേക്കുമാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെയറിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ആ ഒരു റെയിൻബോ സ്റ്റൈലിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഓരോ സൈഡിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതായത് പെട്ടെന്ന് കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വിപ്പിംഗ് ക്രീം എല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ ഒരുപാട് വിപ്പിംഗ് ക്രീം ഒന്നും ലെയർ ചെയ്ത് കൊടുത്തിട്ടില്ല, കാരണം അങ്ങനെ ഒരുപാട് ക്രീം കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരുപാട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഏറ്റവും മേളിലായിട്ട് അതേ ക്രീമിൽ തന്നെ കുറച്ച് കളേഴ്സ്, നമ്മളിപ്പോൾ യൂസ് ചെയ്ത കളേഴ്സ് തന്നെ മിക്സ് ചെയ്തിട്ട് മേളിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ കുറച്ച് കേക്കൊക്കെ ബാക്കി വന്നല്ലോ, അതൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ട് ആ ഒരു പൊടിയും കൂടെ, ആ ഒരു കേക്കിൻ്റെ പൊടിയും കൂടെ ഇതിലോട്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടയൊന്നും ചേർക്കാത്ത നല്ല പഞ്ഞി പോലുള്ള റെയിൻബോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കളേഴ്സോ ഒരുപാട് എക്സ്പെൻസോ ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെയിൻബോ കേക്കിൻ്റെ റെസിപ്പി ഒരുപാട് നാളായിട്ട് നമ്മുടെ ആൾക്കാർ ഫ്രണ്ട്സ് എല്ലാം ചോദിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ ഡിലേ ആയെന്ന് വെച്ചാൽ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് കാണിക്കണ്ടേ. അപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു റെസിപ്പിയിലോട്ട് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.